നമസ്തേ. സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരിലേക്കും എത്തട്ടെ. നമ്മൾ മാത്രം കേട്ടാൽ പോരല്ലോ, പലരും കേൾക്കട്ടെ. ഇന്ന് സന്ദേശമാലയിൽ സംസാരിക്കുന്നത് ഒരു റിട്ടയർമെൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കുടുംബ സംഗമത്തെക്കുറിച്ചാണ്. മുൻനിരയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ വിജയിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ കമലഹാസൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. കണ്ടിട്ടുണ്ടാവും, അപൂർവ സഹോദരങ്ങൾ എന്ന കുള്ളനായിട്ടുള്ള കമലഹാസൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. ഒരു മാസത്തോളം ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുക. അപ്പോൾ സർക്കസ് കമ്പനിയിലുള്ള എല്ലാവരും കമലഹാസൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ കമലഹാസൻ എന്നോട് ചോദിക്കുക, എടുക്കുന്നില്ലേ, വാ. സന്തോഷം തോന്നി. ഞാൻ അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെല്ലുമ്പം ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഫിലിം തീർന്നു. വല്ലാത്തൊരു സങ്കടമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള ക്യാമറ അല്ലല്ലോ. ഫിലിം റോൾ ചെയ്തിട്ട് ആ ഫിലിമിനനുസരിച്ച് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അതൊരു വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അന്ന് ഒരു തീരുമാനമെടുത്തു, മുൻപന്തിയിലേക്ക് കുതിക്കാൻ എന്ത് ചെയ്യണം, ഞാൻ എല്ലാത്തിനും റെഡിയാണ് എന്ന് നമ്മൾ കാണിക്കണം. ആ ഒരു കാര്യത്തിൽ പിന്നീട് സക്സസ് ആയിരുന്നു. സ്കൂളുകളിൽ യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ വെറുതെ ഒന്ന് ചോദിക്കും, ഈ കൂട്ടത്തിൽ പാട്ട് പാടാൻ അറിയാവുന്നവരാരാളുള്ളത്, ഒന്ന് കൈപൊക്കുക. ഒരൊറ്റ കുട്ടിയും കൈപൊക്കില്ല. സംസ്ഥാന യുവജനോത്സവത്തിൽ പാട്ടിന് 1ാം സ്ഥാനം കിട്ടിയ കുട്ടി വരെ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ കൈപൊക്കില്ല. അവർ പിന്നോട്ട് വലിയാണ്, എവിടെയെത്തില്ല. അന്ന് അങ്ങനെ ആ കുട്ടി കൈപൊക്കി ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു പാട്ട് അവിടുന്ന് പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, പിൽക്കാലത്ത് ആ കുട്ടിക്ക് പറഞ്ഞൂടെ, ലിഖിട്ട് നമ്പൂതിരി എന്നെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി പാടിപ്പിച്ചു. ആയിരക്കണക്കിന് കുട്ടികളുള്ള ആ ഒരു സദസ്സിൽ എനിക്ക് ഒന്നാമനാവാൻ കഴിഞ്ഞു എന്ന് ആ കുട്ടിക്ക് പറഞ്ഞൂടെ. അങ്ങനെ ആവണ്ടേ? അങ്ങനെ ആയില്ല. കണ്ണൂരിൽ എൽഡേഴ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഒരു ചടങ്ങിന് പോയി. റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കുടുംബസംഘം. ആ ചടങ്ങിന് പോയി. ഒരു ബാലൻ കെ നമ്പ്യാർ ആണ് എന്നെ വിളിച്ചത്. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കാൻ. സാധാരണഗതിയിൽ ഒരാൾ വിളിച്ച് ഇത്രാം തീയതിൻ്റെ പരിപാടി സാറേ വരണം എന്ന് പറഞ്ഞ് ഡയറിയിൽ എഴുതി വയ്ക്കും. പരിപാടിൻ്റെ അന്ന് വരെ അവർ വിളിക്കില്ല. പിന്നെ അവർ മാറ്റി വെച്ചോന്നും നമ്മളറിയാം. തലേ ദിവസം നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം, ആ നാളെ ഉണ്ട് സാറേ എത്തൂലേ. അദ്ദേഹം അങ്ങനെയല്ല, ഓരോ ദിവസവും വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവിടെ എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ ഹാങ്ങർ ചെയ്യുന്ന
ഒരു വക്കീലുണ്ട്. ആ വക്കീല് പിന്നെ മുംതാസ് വക്കീലാണ്. അവരാണ് അത് പറയുന്നത്, അനൗൺസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ചായ കുടിക്കാനുള്ള സമയമാണ്, അതുകൊണ്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് വന്ന് സീറ്റിലിരിക്കുക, അടുത്ത പരിപാടി നമുക്ക് പരിചയപ്പെടലാണ് എന്നും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു അജിതകുമാരി എന്ന ഒരു സ്ത്രീ, സാറേ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് വന്നു. എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഓരോരുത്തർ വരുമ്പോൾ അവരൊക്കെ കൂടെ ഈ അജിതകുമാരിയിൽ നിന്ന് ഫോട്ടോ എടുക്കും. എടുക്കാത്തവരൊക്കെ അജിതകുമാരി പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കണ്ടേ, വന്ന് എൻ്റെ അടുത്ത് തന്നെ നിന്ന് ഫോട്ടോ എടുപ്പിക്കും. ഞാൻ എത്ര ആളുടെ കൂടെ ഫോട്ടോ എടുത്തോ ആ ഫോട്ടോയിലൊക്കെ അജിതകുമാരി ഉണ്ട്. ഒരു മടിയില്ല, മുന്നോട്ട് കുതിക്കുന്ന സ്വഭാവമാണ്. എന്തിന് മടിച്ചു നിൽക്കണം, എന്തിന് ഞാൻ പിറകോട്ട് പോകണം എന്നുള്ള ചിന്ത അവർക്കില്ല. ഈ വക്കീല് മുംതാസിനോട്, മാഡം വരി, നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ, വരും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ഭയങ്കര അവരെയും വിളിച്ച് എൻ്റെ കൂടെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. എല്ലാവരുടെയും മുമ്പിലിരുന്ന് അവർ ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചു. പറഞ്ഞു വന്നത്, ഏത് കാര്യത്തിനും നമ്മൾ പിറകോട്ട് പോവാതെ മുന്നിലേക്ക് വരണം. ഏത് കാര്യത്തിനും അവിടെ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. ആ സക്സസ് അല്ലേ നമുക്ക് വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക.